കുടികൊള്ളും സർവശക്തനും നീയേ. അയ്യപ്പൻ വിളക്കായും മുരുകൻ വേലായും എൻ കൈവല്യ പഥത്തിൽ നീ നിറഞ്ഞാടുക നിത്യം. അഭയവരദായിനി അർത്ഥിക്കുന്നവർക്കു ശുഭദായിനി തൃപ്പാദാംബുജ ഭക്തനിവനിൽ കനിഞ്ഞിന്നു നീ സർവാനുഗ്രഹ ഭാഗ്യസിദ്ധികൾ ചൊരിഞ്ഞെന്നിൽ നീ.
നീ എന്താ ഇവിടെ? കള്ള റാസ്കൽ ഇവൻ എന്നെ ഡാഷ് ചെയ്തിട്ട് ഓടുകയായിരുന്നു. നീ അവന്റെ പുറകെ ഓടുന്നത് ഞാൻ കണ്ടു. സംതിങ് റോങ്. അതിനിടയ്ക്കാ നീ വന്നത്. റോങ് എങ്കിൽ റൈറ്റ് ആക്കാൻ പോലീസ് ഓഫീസറായ നീ ഉണ്ടല്ലോ. ഞാൻ വന്നത് നിന്നെ കാണാനാ. ആരാടെ ഈ കക്ഷി? ഇവനോ? ഇന്നത്തെ യുവാക്കൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാക്ഷസ ഗ്രൂപ്പിൽപ്പെട്ട ഒരു റാസ്കൽ ഇവൻ. നീ പറയുന്നത് കേട്ടിട്ട് ഇവന്റെ പിന്നിൽ വലിയൊരു ഗായം കൊണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു വലിയ ഗ്രൂപ്പാണവർ. ഒന്നൊന്നായിട്ട് ഒതുക്കണം അവന്മാരെ. അതുപോരാ, ഇവന്റെയൊക്കെ ഒരു നേതാവ് കാണും. അവന്റെ തല വെട്ടണം. അപ്പോഴേ ശരിയാവും. തല അറിയേണ്ടതാ. ഞാൻ വന്നിട്ട് 1 മാസമായി. ഒരുത്തനെ കിട്ടിയത്. അതിരിക്കട്ടെ, നീ എപ്പോഴാ വന്നത്? ഇന്ന്. ശരി, നടക്ക്. ഇവനെ ലോക്കപ്പിലിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോടാ. സോറി കേട്ടോ, ഊണിന് വരാമെന്ന് ബ്രദറിലേക്ക് ഫോൺ ചെയ്തിരുന്നു. കാത്തിരിക്കോടാ. എന്താടി ഇങ്ങനെ നോക്കുന്നേ? എന്താ ഇന്ന് ഭക്ഷണത്തിന് വീട്ടിലേക്ക്? ഭക്ഷണത്തിന് തന്നെ വരില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? ആഹാ, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ വീട്ടിലേക്ക് വന്ന് ഊണ് കഴിക്കാൻ. നിർബന്ധിച്ച് നീ എപ്പോ വിളിച്ചിരിക്കുന്നെ? ഭർത്താവിനോട് നിനക്ക് അത്രയ്ക്ക് ആശയും താല്പര്യമാണല്ലോ. ആഹാ, ആശയും താല്പര്യം ഒന്നും എനിക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ എന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പപ്പപ്പ. ഒരു തമാശ പറയാന്ന് വെച്ചാ നീ അതും സീരിയസ് ആയി എടുക്കുമല്ലോ. എങ്കിൽ പറ, നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചതാരാ? നിങ്ങളായിട്ട് എന്തായാലും വരത്തില്ല. നിന്റെ അനിയൻ, എന്റെ ബ്രദറിൻലോ. എന്റെ അനിയനോ? ആ, എന്നിട്ട് അവനെ ഇവിടെ കണ്ടില്ലല്ലോ. ഇപ്പൊ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇന്ന് അവൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു 2 മണിക്കൂർ മുമ്പ്. അളിയാ, ഉടനെ വീട്ടിലേക്ക് വാ, നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് ഊണ് കഴിക്കാന്നും പറഞ്ഞു. പിന്നെ എവിടെ അവൻ? വേറെ എവിടെ പോവാനാ? നേരെ ലബറിനെയും കൂട്ടിക്കൊണ്ട് ഹോട്ടലിൽ പോയി കാണും അവൻ. താങ്ക് യു. This is a very nice ice cream. You will like it. This is for you. താങ്ക് യു. And this is for me. നോക്കേ, എന്റെ അനിയനെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൻ ഇങ്ങനത്തെ ചീപ്പ് ക്വാളിറ്റീസ് ഒന്നുമില്ല. അവൻ ഇവിടെ വന്നാ അവന്, അത് കഴിഞ്ഞ് ഗുഡി, അത് കഴിഞ്ഞ് നിങ്ങള്, പിന്നെ ഉള്ളൂ ലവറ്. അതാണ് അവന്റെ ക്യാരക്ടർ. ശരി ശരി, ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും പ്രീതിയും പാൽസലും എനിക്ക് അറിയാവുന്നല്ലേ. അവൻ എപ്പോ വേണമെങ്കിലും വരട്ടെ. എനിക്ക് ചോറെടുക്ക്, ഓഫീസിൽ പോകാനുള്ളതാ. ആഹാ, ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയി പോയെന്ന് വെച്ചാൽ എന്താവാനാ? അതിനുള്ളിൽ ഗുഡി സ്കൂളിൽ നിന്ന് വരുമല്ലോ. ഇന്നെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം. ശരി, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ. മതിയോ? ആവൂ, ധാരാളം. അത് ഗുഡി, നമുക്കൊരു നമ്പർ ഇട്ടാലോ? എന്താണ് അങ്കിൾ? ഇവന്റെ ഒരു കാര്യം, വരാന്ന് പറഞ്ഞിട്ട് വരുന്നുമില്ല. ഇതിലേറെ എനിക്ക് കാക്കാൻ പറ്റില്ല. വയറ് വിശക്കുന്നു. ഓഫീസിന് നേരായി, ചോറ് വിളമ്പ്. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ചെല്ല്. അവൻ വരുമ്പോ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? സാർ സാർ, നമ്മുടെ ഗുഡി ആരോ കടത്തിക്കൊണ്ട് പോയി സാർ. കടത്തിക്കൊണ്ട് പോയെന്നോ? ആര്? എന്താ? നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ അവരെന്നെ അടിച്ചിട്ട് പോയി സാർ. കാർ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തു സാർ. ഹിന്ദിയിലായതുകൊണ്ട് മനസ്സിലായില്ല സാർ. ശ്ശോ. അയ്യോ, അവനോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കാതെ നിങ്ങൾ പോയി അന്വേഷിക്കും മനുഷ്യ. നീ ഒന്ന് സമാധാനിക്ക്. അവൻ ഡീറ്റെയിൽസ് എല്ലാം പറയട്ടെ. ആട്ടെ, കാറിന് കളറെങ്കിലും അറിയോ? നോട്ട് ചെയ്തു സാർ. കുറച്ച് റെഡ്, കുറച്ച് ബ്ലാക്ക്. നോക്ക്. ഹലോ, നിങ്ങൾ ഗുഡിയുടെ അമ്മയാ? അതെ, ഗുഡിയുടെ അമ്മയാണ് ഞാൻ. ഗുഡി എവിടെ ഉണ്ട്? പേടിക്കണ്ട, ഫോൺ വെക്കരുത്. വെക്കില്ല. ഇനി പറ, എന്റെ മകൾ എവിടെ? നിങ്ങളുടെ മകൾ ഗുഡി എന്റെ അടുത്താണുള്ളത്. നീ ആരാണ്? ഞാനോ? കിഡ്നാപ്പർ. എന്റെ ഭർത്താവ് ആരാന്നറിയോ? ഏയ്, പോലീസ് ഓഫീസറാണെന്നറിയാം എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്ക്. എന്ന് കേക്കട്ടെ. 5 ലക്ഷം കൊണ്ടുവന്നാൽ നിങ്ങളുടെ മകളെ വിടാം, അല്ലെങ്കിൽ ഫിനിഷ്. അയ്യോ ദൈവമേ, ഗുഡിയെ വിട്ടു തരണമെങ്കിൽ 5 ലക്ഷം രൂപ അവന് കൊടുക്കണമെന്ന്. ഫോൺ കൊടുക്ക്. ഡേയ്, ആരാടാ നീ? ഞാൻ ആരാണെന്ന് അറിയോ? പോലീസ് സ്റ്റൈലൊക്കെ വിട്ട് കാശ് തരുന്ന കാര്യം ആലോചിക്ക്. ശരി, മോൾ എവിടെ ഉണ്ട്? ഇവിടെ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. പറഞ്ഞോ. ഡാഡി, ഡാഡി. മോളെ കുട്ടി,
കുട്ടി ഞാൻ മമ്മിയാ മോളെ. അമ്മ എന്നെ കള്ളം പിടിച്ചോണ്ടിരിക്കുക. ഹലോ ഹലോ കേട്ടല്ലോ, പെട്ടെന്ന് കാശ് ശരിയാക്ക്. ശരി ശരി, പണം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എവിടെ വരണം ഞാൻ? നോ 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 നോ, നിങ്ങൾ വരണ്ട, ഞാൻ വരാം അങ്ങോട്ട്. കാശ് കൊട്, മകളെ വിടാൻ ഞാൻ. ഹലോ ഹലോ, കൺട്രോൾ റൂം. ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആർക്ക് ഫോൺ ചെയ്യാൻ പോണ്ട. നിങ്ങൾ ഫോൺ ചെയ്ത ആ ദേഷ്യത്തിന് അവൻ കുട്ടിയെ അപകടപ്പെടുത്തിയ അയ്യോ, ഇത്രയും പെട്ടെന്ന് 5 ലക്ഷം രൂപ എവിടെ നിന്ന് കൊടുക്കാനാ? നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവന് കൊടുത്തിട്ട് അവന്റെ കാല് പിടിച്ചെങ്കിലും നമ്മുടെ കുട്ടിയെ രക്ഷിക്ക്. Come on. നടക്കും മുന്നോട്ട്. 5 ലക്ഷം റെഡിയാ? നോക്ക്, നിങ്ങൾ ചോദിക്കുന്ന അത്ര പണം ഞങ്ങളുടെ കയ്യിലില്ല. 50,000 രൂപയുടെ ക്യാഷ് ഇതാ. എന്റെ കയ്യിലുള്ള ആഭരണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുപോയിക്കോ. 5 ലക്ഷം രൂപ തന്നെ വേണമെന്ന് വാശി പിടിക്കാതെ ഞങ്ങളുടെ മകളെ ഇത്രയും നാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്തിട്ട് എന്ത് പ്രയോജനം? മാസം 50,000 രൂപ പോലും സമ്പാദിക്കാത്ത ഇയാൾ എന്തിനു കൊള്ളാം? ഇയാളെയാണല്ലോ നിങ്ങൾ പോയി കെട്ടിയത്. ഒരു പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ കൈ നിറയെ സമ്പാദിക്കണം. പിന്നെ 1, 2, 3 ചിന്ന വീട് സെറ്റപ്പ് ചെയ്ത് ലാവിഷായി ജോളിയായി കഴിയുന്ന ഒരാളായിരിക്കണം പോലീസ് കമ്മീഷണർ. ചേച്ചി, എന്റെ ഭർത്താവ് അങ്ങനെയുള്ള ആളല്ല. മാസ ശമ്പളം കൊണ്ട് തൃപ്തിയായി ജീവിക്കുന്നവരാ ഞങ്ങള്. അവള് പറഞ്ഞത് നേരാ. കൈക്കൂലി ആഗ്രഹിക്കുന്നവനല്ല, വേറെ പെണ്ണുങ്ങളെ കണ്ണെടുത്ത് നോക്കുന്നവനുമല്ല. ദൈവത്തിനാണ് സത്യ. ദയവായി ഈ പണവും ആഭരണവും എടുത്തുകൊണ്ട് ഞങ്ങളുടെ മകളെ വിട്ടുതരും പ്ലീസ്. അതെ അതെ, ഞങ്ങൾക്ക് ആകെയുള്ള ആസ്തി ഈ മകള് മാത്രം. അതെ കള്ള. നിങ്ങൾ കാല് പിടിക്കാൻ വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് എന്റെ മനസ്സലിയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പണം വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. ഈ സിൻസിയറിറ്റിയെ, ഈ സന്മനസ്സിനെ മാനിച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു തരുന്നു. ഗുഡ് ഡേ അങ്കിൾ. കം ഓൺ. കുട്ടി, മമ്മി. നീയായിരുന്നു അടിച്ചു നിന്നാ ഞാൻ. കൊല്ലും ഞാൻ. ഇങ്ങനെയാണ് തമാശ കളിക്കാൻ. Boss! Stop it! കാര്യം എന്താ? നമ്മുടെ ബ്രൗണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബോസ്. Idiot! നമ്മുടെ പയ്യനെ അറസ്റ്റ് ചെയ്തത് ആരാ? ഇൻസ്പെക്ടർ യുവരാജ്. ന്യൂ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് 1 മാസമായുള്ളൂ. മാരേജ് ആയോ? ആയി. അഞ്ജു, എന്റെ ഹെൽത്ത് വളരെ അപ്സെറ്റാ. അതുകൊണ്ട് ഡോക്ടറുടെ വീട്ടിൽ കയറി ഇറങ്ങാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. എന്താ? എന്തുണ്ടായി? പതിവായി വിവാഹിതർക്കുണ്ടാവുന്ന അസുഖ. ആഹാ, അപ്പൊ അമ്മയാകാൻ പോകുന്നെന്ന് പറ. ആഹാ, കൊള്ളാലോ. നീ എത്ര വേഗം കണ്ടുപിടിച്ചു. അത് ശരി, എത്രാമത്തെ മാസ? Now it is 4th month. ഓ, കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് അവിടെ ഇരിക്കട്ടെ. നിന്റെ മാരേജിന്റെ കാര്യം എവിടം വരെയായി? എന്റെ അച്ഛൻ ഡെയിലി നിർബന്ധിക്കുക. അതിനെന്താ, ഏതെങ്കിലും കൊള്ളാവുന്ന ചെറുക്കനെ വിവാഹം കഴിച്ചാ പോരെ? എനിക്കൊരു മണ്ടൻ ഉണ്ടല്ലോ, അയാളെ എവിടെ തിരയാനാ? ആരടിയാ മണ്ടൻ? വേറെ ആരാ? നിനക്കറിയില്ലേ, ഒരു ഉഴപ്പൻ, എന്റെ ലവർ. ആര്? ശക്തിയോ? അവനെയാണോ നീ മണ്ടൻ എന്ന് പറഞ്ഞത്? ഹായ് അഞ്ജു. ഹായ്. എന്താ ഒരു ബഹളം? അഞ്ജു എന്തെങ്കിലും പറഞ്ഞോ? അവൾക്ക് ഒരു മണ്ടന് വേണമെന്ന് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ഹൂ ഈസ് ദാറ്റ് മണ്ടൻ? വേറെ ആരാ? നിങ്ങളുടെ ഫ്രണ്ട് ശക്തി. എന്താ മോളെ, എന്റെ ഫ്രണ്ട് ശക്തിയെ മണ്ടനെന്നാണോ നീ വിളിക്കുന്നത്? വേറെന്ത് പറയാനാ, ലവ് ആണെന്നാ പറച്ചില്. നാട്ടുകാര്യങ്ങൾ സ്വന്തം തലയിൽ ചുമക്കാണെന്ന ഭാവം. 6 മാസം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും ഒന്ന് അന്വേഷിക്കട്ടെ. ആ, അതിരിക്കട്ടെ. അവൻ എങ്ങനെയുണ്ടെന്ന് നീ അന്വേഷിച്ചോ? അഡ്രസ് ഉണ്ടെങ്കിലല്ലേ. റാസ്കൽ. അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നത്? അവൻ എവിടെ ഉണ്ടെന്ന് അറിയാതെ നീ എന്ത് ചെയ്യാനാ?
നേരെ പോയി ഷർട്ടിന് പിടിച്ച് 2 കൊടുത്തേനെ. ആ കൈയുണ്ടോ ഭാവുണ്ടോ? അയ്യേ ചെരുപ്പുണ്ട്. ആ അഞ്ജു ഇവിടെ വാ, ഒന്ന് പറയട്ടെ. ഒന്ന് ചുമ്മാ ഇരി. ആ അതായത് ഞാനൊരു അഡ്രസ് തരാം നിനക്ക്. ഞാൻ പറയുന്ന പോലെ ചെയ്യോ? പിന്നെന്താ, ആദ്യം ആളെവിടെന്ന് പറ. Anju, Anju, what is this? Stop it! Come on, Anju. Come on, Anju, what is this? Stop it. നില്ലവിടെ. What is this? എല്ലാരും നോക്കുന്നു. എല്ലാരും നോക്കാൻ വേണ്ടി തന്നെ ബോളോണ്ട് എറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കാലോണ്ട് വെച്ചേനെ. അഞ്ജു, ഒരല്പ ക്ഷമ കാണിര്. ഓഹോ, വെയിറ്റ്. എന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. നീ കൈ ഒന്നെടുത്തേ പ്ലീസ്. ജിമ്മി, നീ പ്രാക്ടീസ് കൊടുത്തു. 1 മിനിറ്റ്. Come on. കയ്യിന്ന് വിട്. വിടാൻ. എന്തിനാ കോപം? എന്റെ കോപത്തിന്റെ അർത്ഥം അറിയില്ല നിങ്ങൾക്ക്? നിങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് എന്നെ ചെരുപ്പുകൊണ്ട് അടിക്കുക വേണ്ടത്. അഞ്ജു, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് മൈ പൊസിഷൻ. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ പൊസിഷനും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ അതും എനിക്ക് മനസ്സിലാവുന്നില്ല. How can I understand you? അഞ്ജു, it is true that I am in love with you. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ 6 മാസമായിട്ട് നിങ്ങൾ എവിടെ മറിഞ്ഞിരിക്കായിരുന്നു? അതിനൊരു കാരണമുണ്ട്, അത് നീ ചോദിക്കരുത്. എന്താ എന്താ ചോദിക്കാൻ പാടില്ലാത്തത്? എന്താണ് അവിടെ ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യുന്ന വിട്ടിട്ട് ഡ്രഗ്സ് അടിക്കുക. എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാനോ? ഞാൻ എന്ത് ജോഗിങ്. Get the hell out of this place. ഇനി ഒരു തവണ കൂടെ കണ്ടാൽ കൊന്നുകളയും ഞാൻ. നീ എന്നെ കൊന്നുകളയൊന്നോ? ആരാടാ നീ? ശക്തി, ശക്തി, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ശക്തി, അവരുമായിട്ടുള്ള സഹവാസം വേണ്ട. അവരത്ര ശരിയല്ല. അങ്ങനെ ചോദിക്കുമോളെ, പുതുവാണെന്ന് തോന്നുന്നല്ലോ. കക്ഷിക്ക് നമ്മൾ ആരാണെന്ന് അറിയത്തില്ല. എന്താണ് അറിയാൻ മേലാത്തത്? You swine. ശക്തി, എന്താ ഇത്? നിന്നെ അവനറിയില്ല, നീ അവനോട് സംസാരിക്കണ്ട. Hey. ശക്തി, നമ്മുടെ പ്രോബ്ലം അറിയാലോ. അതിനിടയ്ക്ക് അവരെ തിരുത്താൻ നടക്കുന്ന എന്തിനാ? ലുക്ക് അഞ്ജു, എനിക്ക് ഈ ഡ്രഗ് പെഡിലേഴ്സിനെ കണ്ടാലേ പിടിക്കില്ല. യുവാക്കൾക്ക് മയക്കുമരുന്നുകൾ സപ്ലൈ ചെയ്ത് അവരുടെ ശക്തി കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഈ ദേശത്തിന്റെ ഭാവി എന്താവുമെന്നാ പേടി. ദേശത്തെ പറ്റി ഇത്ര ചിന്തിക്കുന്ന നിങ്ങൾ നമ്മുടെ സ്നേഹത്തെ പറ്റി സ്വല്പം പോലും ചിന്തിക്കാത്തത് എന്താ? പറ ശക്തി, you love me or not? അഞ്ജു, I too love you, but I cannot marry you. പ്രേമിക്കാൻ എത്ര എളുപ്പമായിരുന്നു, ഇപ്പൊ കല്യാണം കഴിക്കാൻ വയ്യല്ലേ? എന്താ എന്താ? why? tell me why? Because your father is a minister. so what? ശക്തി, ശക്തി. ഹലോ മിനിസ്റ്റർ കടമറ്റ സ്പീക്കിംഗ്. ഞാൻ DDK. നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട് DDK. കഴിക്കുന്നത് സ്കോച്ച്, കൂടെ ഉള്ളത് ഫോറിൻ ചരക്ക്. ടൈം ആണെങ്കിൽ പീക്ക്. സൂപ്പറാണ് സാർ, സൂപ്പർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. അതിലല്ലേ ഞാൻ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബ്രൗണിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. അതെന്ത് കളിയാ? അല്ല, നിങ്ങളുടെ ആളിനെ പിടിക്കാൻ ഏത് മന്ത്രിക്കും പോലീസിനുമാ ധൈര്യമുള്ളത്? എന്നെ പറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടൊന്ന് പറഞ്ഞേക്ക്. ആ ശരി, ആയിക്കോട്ടെ. ഞാൻ DGPക്ക് ഫോൺ ചെയ്ത് ആ ബ്രൗണിനെ ഉടനെ വെളിവിടാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ സംശയിക്കുന്നത് എന്റെ മകൾ ആപ്പോസിഷൻ ലീഡറുടെ മകനെയോ മറ്റോ ആണോ ലവ് ചെയ്യുന്നത് എന്നാണ്. ഡാഡി, ഞാൻ സ്നേഹിക്കുന്ന ആള് ഒരു സ്പോർട്സ്മാൻ, ജെന്റിൽമാൻ, ആംഗ്രിമാൻ ആൻഡ് ഹ്യൂമൻ. ഡാഡി, ഇതെന്താ സാറേ, സാറിന്റെ മോള് 4 പേരെ ഒരേ സമയം ലവ് ചെയ്യണമെന്നോ? നോക്ക് മോളെ, നിനക്ക് എന്നെ പോലുള്ള ഒരു അച്ഛനെ കിട്ടുക കഷ്ടം. നീ ആരെ വേണമെങ്കിലും ലവ് ചെയ്തോ, എന്നാൽ ഒരുത്തനെ മാത്രമേ വീട്ടിൽ കൊണ്ടുവരാവൂ. മനസ്സിലായോ? ഏത് പിച്ചക്കാരനെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നോ. അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു തരാം. വേണമെങ്കിൽ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തിയും തരാം ഞാൻ. ഒരു മിനിസ്റ്റർ മകൾക്ക് സിമ്പിൾ മാരേജ് നടത്തിയെന്ന് പബ്ലിസിറ്റി എനിക്ക് കിട്ടുമല്ലോ മോളെ. നിനക്ക് കല്യാണവും നടന്നു, എനിക്ക് പൊളിറ്റിക്കൽ ലാഭവും ആയി. എന്ത് പറയണു? ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരട്ടെ ഡാഡി? കൂട്ടിക്കൊണ്ടുവരാവുന്ന ഒരുത്തനെ മാത്രമേ കൂട്ടിക്കൊണ്ടുവരാവൂ. അത്രേ ഉള്ളൂ.
പരുവമായി തേൻ കലികയായി ഞാൻ വരികയായി നിന്നരികിലായി. ഇവളെന്റെ ആരാമമുല്ല, ഇനിയുള്ളിൽ ആനന്ദ ഗംഗ. മേഘമായി മാറുക മാറിവീ പാകുക. കണികയായി ഞാൻ കലികയായി എൻ ശിശിരമേ നീ ഇതളിൽ ഞാൻ. കരളിലെ പൂമേടയിൽ സ്വയമിനിയൊരുങ്ങും കരളിത ശുഭമേള തൻ തേരിലേറി. കരളിലെ പൂമേടയിൽ സ്വയമിനിയൊരുങ്ങും കരളിത ശുഭമേള തൻ തേരിലേറി. ദേവസുത പെയ്യുമേ ഈ പ്രേമധാര, നാം ഒന്നു ചേരുമീ ഏകാന്തവേള. ആത്മാവിരാഗോപാസന പരുവമായി തേൻ കലികയായി ഞാൻ വരികയായി നിന്നരികിലായി. ഇവളെന്റെ ആരാമമുല്ല, ഇനിയുള്ളിൽ ആനന്ദ ഗംഗ. മേഘമായി മാറുക മധുവിധു സ്വരമോ അനുപമ സുഖവീചിതൻ ഈണമായി ഈണമായി. മധുവിധു സ്വരമോ അനുപമ സുഖവീചിതൻ ഈണമായി ഈണമായി. ഈ പ്രണയയാമിനി ആലാപവാഹിനി ഈ മദനവാണി ആസ്വാദ പഞ്ചമി ആത്മാവിരാഗോപാസന പരുവമായി തേൻ കലികയായി ഞാൻ വരികയായി നിന്നരികിലായി. ഇവളെന്റെ ആരാമമുല്ല, ഇനിയുള്ളിൽ ആനന്ദ ഗംഗ. മാറിവീ
എന്താടാ വേണ്ടത്? ഇവനെ 3 ദിവസം ലോക്കപ്പിൽ വെച്ചിരുന്നില്ലേ? അതുകൊണ്ടെന്താ? നിന്നെ ഞാൻ 3 ദിവസത്തേക്ക് കടത്തിക്കൊണ്ടു പോകാൻ വന്നതാ. ഓഹോ. ഏയ്, ഇവനെ കടത്തിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഇവൻ എന്നെ 3 ദിവസം ലോക്കപ്പിനകത്ത് ഇട്ടതിന് ഇവന്റെ ഭാര്യയെ ഞാൻ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വെക്കട്ടെ. ഗായത്രി, എന്താ ഗായത്രി? എന്താ? എന്ത് പറ്റി ഗായത്രി? അവൻ എന്താ? എന്തായി? കൊന്നു? ഞാനാണ് അവനെ കൊല ചെയ്തത്. ഓ മൈ ഗോഡ്. ഹലോ മിസ്റ്റർ വീരബാസ്, ടെൽ മീ, എത്ര പെർസെന്റേജ് വെച്ച് വ്യാപാരം? നിങ്ങളുടെ സ്റ്റൈലിൽ വേണോ അതോ എന്റെ സ്റ്റൈലിൽ നടത്തണോ? നിങ്ങളുടെ സ്റ്റൈലിൽ തന്നെ ആകട്ടെ. അങ്ങനെയെങ്കിൽ ശരി. ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, ഗഞ്ച, അവിൽ, എക്സെട്ര എക്സെട്ര. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എവിടെയാ വേണ്ടേ? എവിടെയാ ഡെലിവറി ചെയ്യേണ്ടത്? പറഞ്ഞാ മതി, അവിടെ ഞാൻ എത്തിക്കാം. സിറ്റി ബോർഡർ കടക്കുന്നവരെ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ബുക്ക് യുവർ ഓർഡർ, പേ ദി ക്യാഷ്. പോലീസിനെ പറ്റി ഭയപ്പെടേണ്ട. ഗാംഗുലി, രമേശ്, ഭാരത്, വിജയ്, കം ഓൺ. ഇവർക്ക് എന്ത് വേണോ അത് സപ്ലൈ ചെയ്യാം. ഓക്കെ ബോസ്. നമ്മുടെ ആൾക്കാരെ എതിർക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും ഇവിടെ ആർക്കും ഇല്ല. ബി കെയർഫുൾ. ബോസ്, പറ, ഇതെല്ലാം ആര് കാരണമാണ്? ഇൻസ്പെക്ടർ യുവരാജിന്റെ ഭാര്യ. ഇൻസ്പെക്ടറുടെ ഭാര്യ. അവളിവനെ കൊല ചെയ്യാൻ ഒരുങ്ങി സാഹസികയല്ലേ? സത്യത്തിൽ ഒരു ഗ്രേറ്റ് ലേഡിയാണ്. ധീരത കാട്ടുന്നവരെ ആദരിക്കുക വേണ്ടത്.
അവളുടെ വീട്ടിൽ ചെന്ന് സമ്മാനം കൊടുക്കുക. സമ്മാനം തരാമെന്ന് യമദൂതൻ. നിക്കടെ അവിടെ. സമ്മാനം ഞങ്ങൾ ആളിനെ കൊന്നില്ലേ, അതിനുള്ള സമ്മാന. വാലെടാ. യമദൂതർ വരുന്നത് എന്തിനാടി? പ്രാണൻ എടുത്തോണ്ട് പോകാൻ. Don't worry. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെയും ചേർത്ത് കൊന്നേ. ഹലോ, ഇൻസ്പെക്ടർ യുവരാജ് ഹിയർ. മിസ്റ്റർ യുവരാജ്, ഐ എം വെരി സോറി. നിന്റെ ഭാര്യയെ, അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. ഹു ആർ യു? ഐ സേ, ഹു ആർ യു? ഞാനോ ബ്രൗൺ ഷുഗർ ദാദാ ഗംഗുലി. കഞ്ചാവ് ഗംഗുലി. എന്റെ ഭാര്യ എന്തിനാ കൊന്നത്? പറയൂ, എന്തിനാ? എന്റെ ബ്രൗണിനെ നിന്റെ ഭാര്യ കൊന്നു. അതുകൊണ്ട് നിന്റെ ഭാര്യയെ എനിക്ക് കൊല്ലേണ്ടി വന്നു. യു ഡാമേജ്! ഏയ്, ഒച്ച വെക്കണ്ട. വേഗം ചെന്ന് ബാക്കി കാര്യങ്ങൾ നോക്ക്. എന്ത് പറ്റി? സംതിങ് ഈസ് റോങ് ഇൻ മൈ ഹൗസ്. കം ഓൺ. ഗായത്രി, 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 എന്റെ മേലുള്ള കോപത്തിന് നിന്നെ ബലി കൊടുക്കേണ്ടി വന്നല്ലോ മോളെ. ഗായത്രി, ശക്തി, ശക്തി നോക്ക്, എന്റെ ഗായത്രി നോക്ക്. ഗായത്രി, ഗായത്രി. സാർ, പ്രൊസീഡ്.
से काच हो തട്ടിയും മുട്ടിയും മെല്ലെ കെട്ടിത്തഴുകാൻ പിന്നെ ചെത്തി മീനുങ്ങാൻ ഒരു പൈങ്കിളി പോസ് കാട്ട് ഇത് പാൽനില നിശയാ ഇത് പാതിരാ പശിയാ നീ പാരിലെ നിധിയാ എന്നും വാഴ്ക നീ മറിയാ മറിയ 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 നീ ഇന്നെന്റെ കംപ്ലീറ്റ് ഫ്രീയാ കടക്കണ്ണ നീ ചെയ്ത മായ അടങ്ങാത്ത ദാഹത്തിൻ തീയാ മുത്തും ചിപ്പും തേടി മുത്തമിടുവാൻ അതിൽ ചിത്തമലിയാൻ ഒരു മന്മഥ കിളിക്കാട്ട് വെട്ടും തടയും കൊണ്ട് യുദ്ധം ജയിക്കാൻ മോഹം കെട്ടിയടങ്ങാൻ ഒരു പുത്തരിയംഗം കാട്ട് ഇത് പാൽനില നിശയാ ഇത് പാതിരാ പശിയാ നീ പാരിലെ നിധിയാ എന്നും വാഴ്ക നീ മറിയാ മറിയ 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 നീ ഇന്നെന്റെ കംപ്ലീറ്റ് ഫ്രീയാ കടക്കണ്ണാൽ നീ ചെയ്ത മായ അടങ്ങാത്ത ദാഹത്തിൻ തീയാ കോളടിച്ചേ 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 ഞാൻ കോളടിച്ചേ ഗോദാവിൽ കേറി ഞാൻ പൗളടിച്ചേ അയ്യോ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ വരട്ടടി. നമ്മളെ തന്നെയാ നോക്കുന്നേ He's on the other side. ഏയ്, ആ വഴി പോക്കോ. Don't move. You bastard! പോലീസിനെ ചാലഞ്ച് ചെയ്തോടാ റാസ്കൽ. പറയടാ, സത്യം പറയടാ. എന്റെ ഓണം പോയാൽ കൂടി യാതൊന്നും പറയില്ല. സത്യം പറയുന്നത് വരെ നിന്നെ ഞാൻ കൊല്ലത്തില്ല. ഇത് വെറുമൊരു ആരംഭം മാത്രമാണ്.
എന്തെങ്കിലും പറഞ്ഞോ? ലോക്കി മാപ്പ്. ഇത്രന്മാരാ, എത്ര അടി കൊടുത്താലും സഹിക്കുന്നവരാ. വായ മാത്രം തുറക്കില്ല. ഇവരുടെ വാ തുറക്കണമെങ്കിൽ വേറെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തേ മതിയാവൂ. കറക്റ്റ് സാർ. എന്തെങ്കിലും പറഞ്ഞോ അവൻ? ഒന്നും പറയുന്നില്ല. വാ തുറക്കുന്നേ ഇല്ല അവൻ. എനിക്കറിയില്ല അറിയില്ല എന്ന പലവിയാണ് സാർ. ഇത്രയൊക്കെ ആയിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ എന്തിനാ അവനെ വെച്ചോണ്ടിരിക്കുന്നത്? വിട്ടേക്ക്. സാർ, കൊല ചെയ്ത ഇവനാണ്. കൊല ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? നോ സാർ. ഏയ് മിസ്റ്റർ, ആരാ ഇവൻ? സാർ, ഇവൻ ശക്തി, എന്റെ ഫ്രണ്ട്. ഫ്രണ്ട് എല്ലാം വീട്ടിൽ, നോട്ട് ഇൻ സ്റ്റേഷൻ. ബട്ട് സാർ, ഗംഗുലിയെ പിടിക്കാൻ ഇവനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. ഹെൽപ്പ് ചെയ്തവരെ സ്റ്റേറ്റ്മെന്റ് വാങ്ങി വിട്ടയച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? സെൻഡ് ഹിം. ശക്തി, നീ പോകൂ. ഫിറ്റ്നസിന്റെ ആവശ്യം വന്നാൽ ഐ വിൽ കോൾ യു. പ്രശ്നമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. കമ്മീഷണറുടെ ഫോൺ വന്നോ? ഇല്ല സാർ. നോക്ക്, അടിച്ചവനെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ച് അവൻ ചത്തുപോയ ആ ലോക്കപ്പ് ഡെത്തിന് നീ സസ്പെൻഡ് ആകില്ലേ? എങ്കിൽ ഗാംഗുലി പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ സാർ. യെസ്, ഡു ഇറ്റ്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഐ വാണ്ട് ഹിം ബാക്ക്. അതായത് അവരെ വെളിയിൽ കൊണ്ടുവരണമെന്ന്. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സർ, അത് സാധ്യമല്ല. എടോ കമ്മീഷണർ സാറേ, നിങ്ങൾ ഞാൻ പറയുന്നത് അങ്ങ് സമ്മതിച്ചേക്ക്. അനുസരിച്ചാൽ അധികം താമസിയാതെ IGP-യോ DGP-യോ ആയി മാറി. കൊന്ന കൊലയാളി നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും അവന് ശിക്ഷ കൊടുക്കാൻ കഴിയാതെ പോയി നിനക്ക്. എന്ത് ചെയ്യാനാ? ഞാൻ ഈ യൂണിഫോമിൽ അല്ലായിരുന്നെങ്കിൽ ആ ഗാംഗുലിയെ അവിടെ വെച്ച് അപ്പോൾ തന്നെ കൊന്നേനെ. എന്നാൽ ഞാൻ അണിഞ്ഞ ഈ കാക്കി എന്റെ കൈകളെ കെട്ടിയിട്ടു. 6 മാസം സസ്പെൻഡ് ആയാലും കുഴപ്പമില്ല. ഈ നാറികളെയൊക്കെ ലോക്കപ്പിലിട്ട് അടിച്ചു കൊല്ലുകയാ വേണ്ടത്. നിയമത്തെ രക്ഷിക്കാൻ ഇന്ന് അതേ കോർട്ട് തന്നെ അവനെ വെളിയിൽ വിട്ടു. ഞാൻ എന്ത് ചെയ്യാനാ? ഇതിനെല്ലാം കാരണം ഇവളുടെ തന്തയാ. കാരണക്കാരൻ അച്ഛനാണെന്ന് അറിയാലോ. അച്ഛന്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തൂടെ? ഈ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ ജോലി ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങളെ പോലുള്ളവരോട് തകരാറുണ്ടാക്കാതെ അഡ്ജസ്റ്റ് ചെയ്തു പോയ കൈ നിറയെ കാശ. അത് വിട്ടിട്ട് ഞങ്ങളുടെ മേ കൈവച്ച മേൽവിലാസമേ കാണില്ല, ഈച്ച പോലെ ചാകും. എന്താ ആലോചിക്കുന്നത്? നിന്റെ ശക്തിയെല്ലാം തീർന്നു. ഇനിയെങ്കിലും വായ മൂടി സൈലന്റ് ആയിട്ടിരിക്കും. യുവരാജ് വേണ്ട. ഞങ്ങളോട് എതിർക്കാൻ വന്ന ഇവനെ ഒരു 10 ദിവസം ശരിക്ക് പെരുമാറി ഇവന്റെ ബോസ് DDK എവിടെയാണെന്ന് ചോദിക്കണം. വാ തുറന്നാൽ കോർട്ടിലേക്ക് അയക്ക്. പ്രാണം പോയാൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്ക്. ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. നോ ശക്തി, ഇവൻ പ്രാണൻ വെടിയുമെന്നല്ലാതെ വാ മാത്രം തുറക്കില്ല. ഞാൻ തന്നെ ശരിയാക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. എന്നെ റേപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവനെ അറസ്റ്റ്. പോകുമ്പോ നിങ്ങളുടെ മാനവും കൂടെ പോവില്ലേ? ഇവനാരടാ എന്റെ മകളുടെ മാനത്തെ പറ്റി പറയാൻ വന്നവൻ? ഡാഡി, ഇതെന്റെ ലവർ ശക്തിയാ ഡാഡി. ഓഹോ, ഇവനാണോ സ്പോർട്സ്മാൻ, ഹീമാൻ, ജെന്റിൽമാൻ, ആഗ്രിമാൻ എന്ന് നീ അന്ന് പറഞ്ഞവൻ? യെസ്, ഞങ്ങളുടെ കല്യാണം നടത്തി തരണം ഡാഡി. ആഹാ, ഇനി എന്റെ മകളെ നശിപ്പിക്കാൻ വന്നവൻ എന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്താൽ എങ്ങനെയാ? ഡാഡി, ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ അടവാ.
ലവ് ചെയ്യുന്നവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നപ്പോ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന്. മകളേക്കാൾ കക്ഷിക്കാരിയായിട്ട് ആയിരിക്കും വേണ്ടത്. ഇങ്ങനൊരു ജീവിതം എനിക്ക് ആവശ്യമില്ല. സാർ, ഏതോ ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ തലപ്പുണ്ടാക്കുന്നത്? അവനെന്താ നിങ്ങളുടെ ചിങ്കിടിയാ? ഇതെവിടത്തെ കോപ്പടവാടാ? എനിക്ക് ബുദ്ധി ഉപദേശിക്കാൻ വരുന്നോടാ. വേണമെന്ന് വെച്ചാൽ നിന്നെ കമ്പി എണ്ണ അയക്കും ഞാൻ. പോടാ. Get out, I say. ഡാഡി, അദ്ദേഹത്തെ പുറത്താക്കിയാൽ ഞാനും അങ്ങ് വിടുന്നു. നീ ഇതുവരെ ആയോ? ആദ്യം നിന്നെ ഞാൻ എന്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എവനെ ഇവിടെ ഡാഡി. അച്യുതാ, വാടാ. കഴുത്തിന് പിടിച്ച് ഒളിത്തളവേ. ഡാഡി, please. കഴുത്തിന് പിടിച്ച് ഡാഡി, ഒളിത്തളവേ. please. ഡാഡി, ഡാഡി, ഞാൻ പറയുന്നത് കേൾക്ക്. അകത്ത് കയറി പോകാൻ. ശക്തി. ഓടിയാത്ത. ശക്തി, അകത്ത് കയറി പോകാൻ പറഞ്ഞു. ഡാഡി, പോ. ഡാഡി. No, ശക്തി. ശക്തി, പോകരുത്. അഞ്ചു. ആ ഐസ്ക്രീംകാരനോട് ചോദിക്കേ. ശരി. കമ്മീഷണറുടെ മോളേതാ? ഞാൻ വരുന്നുണ്ട്, നീ പോയിക്കോ, ഞാൻ കാട്ടിത്തരാം. ഓക്കെ. ഹായ് കുട്ടി, നിന്നെ കുട്ടിക്കൊണ്ടല്ല നിന്റെ മമ്മി പറഞ്ഞു. നിങ്ങളാരാ? നിന്റെ മമ്മിയുടെ ഫ്രണ്ട്. എവിടെയുള്ളതാ? ദാ അങ്ങോട്ട് വാ, കാണിച്ചു തരാം. എവിടെ? സാർ സാർ, എന്താ? എന്ത് പറ്റി? ഗുഡിയെ ഇവിടെ ആരോ 4-5 പേര് ചേർന്ന് കടത്തിക്കൊണ്ടുപോയി. അടി വാങ്ങിക്കരുത്. തമാശ പറയാ നീ. ഒരു തവണ സാരല്ല. നാടകം അഭിനയിക്കാൻ നിങ്ങള്. എവിടെ അവൻ ശക്തി? സത്യമാ പറയുന്നത്. ആണോടാ? സത്യമാണോടാ? അതെ സാർ, ആ റൗഡികൾ വന്ന് ഗുഡിയെ പിടിച്ചുകൊണ്ടുപോയി. കമ്മീഷണർ ദിവാകർ ഹിയർ. കമ്മീഷണർ സാർ, നിങ്ങളുടെ മകളെ തേടി എങ്ങും ഫോൺ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ മകൾ എന്റെ അടുത്തുണ്ട്. ആരാടാ നീ? ഓ, ഓഫീസറുടെ ഗമയാണോ? എന്ത് വേണം നിനക്ക്? എനിക്ക് ഗഞ്ചാ ഗംഗുലിയെ വേണമല്ലോ. ഓ, ബ്ലാക്ക് മെയിൽ ചെയ്യ. ഞാൻ ഗംഗുലി വിട്ടാലേ നീ എന്റെ മകള് വിടത്തുള്ളൂ അല്ലേ? ആ വളരെ എളുപ്പത്തിൽ അറിഞ്ഞല്ലോ. കാച്ചിന് കൊള്ളാത്ത നാരികളെ ഇതൊക്കെ ചെയ്യാറ് പതിവ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത്, ഹെറാസ് ചെയ്യുന്നത്, അങ്ങനെ സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നത് ഇതൊരു ജോലിയാക്കിയിരിക്കുകയാണല്ലേ? സാറേ, പുരാണം വേണ്ട, വിഷയത്തിലേക്ക് വാ. സോറി, ഗാംഗുലിയെ ഞാൻ വിടില്ല. എന്ത് വിടാ? മിസ്റ്റർ കമ്മീഷണർ, ആർ യു നോട്ട് ജോക്കിംഗ്? നോ, ഐ എം സീരിയസ്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഫോൺ നിങ്ങളുടെ ഭാര്യയുടെ കൈ കൊടുക്കുക. സെന്റിമെന്റൽ പ്ലേ ആണല്ലേ? കൊടുക്കാൻ ഞാൻ പറഞ്ഞോ. സ്പീക്ക്. ഹലോ ഹലോ, മമ്മി മമ്മി, പറ മോളെ. മറിയ മറിയ മറിയ. മാഡം, നിങ്ങളുടെ മകള് മിണ്ടത്തില്ല, നിങ്ങൾ പറ. നോക്കൂ, ദയവ് ഇത് എന്റെ മകളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ തരാൻ ഒരുക്കാം. അതല്ലേ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞത്? അയാള് കേട്ടില്ല. ഇവിടെ എന്താണെന്നോ നിങ്ങളുടെ മകള് ശവമാകാൻ പോവാ. പറയടി. വേണ്ട വേണ്ട, ദയവായി അവളെ ഒന്നും ചെയ്യരുത്. എനിക്കുള്ളത് ഒരേ ഒരു മകളാ. ദയവായി അവളെ പ്രയാസപ്പെടുത്തരുത്. നോക്ക് മാഡം, ഇവിടെ കണ്ണീര് തൂകിക്കൊണ്ട് ഹരികഥ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞാ മതി. ആകട്ടെ, ഇപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യിക്കാൻ ഞാൻ. ലൈൻ കട്ട് ചെയ്യരുത് പ്ലീസ്. വെരി ഗുഡ്. അമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. വേഗം സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്ക. ഞാൻ പറയുന്ന കേക്ക്. അയാൾ ആര് ചോദിക്കുന്നു അവന് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ മകളെ രക്ഷിക്ക്. സുമേ, ആ ദേശദ്രോഹികൾക്ക് അനുകൂലമായി നീ വാദിക്കാൻ നിൽക്കുകയാണല്ലേ? മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല. ഞാൻ പെറ്റ മകള് അവരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. സുമേ, ഗുഡി നിന്റെ മാത്രം മകളല്ല, നമ്മുടെ മകളാ. നമ്മുടെ ഒരു മകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവരുടെ ഭാവി നശിപ്പിക്കുന്ന ആ നീചരെ ഞാൻ സഹായിക്കണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നമ്മുടെ മകളെ രക്ഷിക്കില്ലെന്നാ? എന്റെ മകളെ അവർ കൊന്നാലും സാരമില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഒരു തവണ കൂടി ആലോചിക്ക്.
നീ ചോദിക്കുന്നോ ഞാൻ ചോദിക്കണോ? അയ്യോ, ഇങ്ങനെ വാശി പിടിക്കാതെ. അവൻ നമ്മുടെ മകളെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടതല്ലേ? അവൻ എന്റെ മകളെ കൊല്ലുന്നതിന് മുമ്പ് അവന്റെ ഭരണം എന്റെ കൈകൊണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ഈ കൈകൾ കൊണ്ട് ആദ്യം എന്നെ കൊല്ല്. സുമേ, പിന്നല്ലാതെ പ്രസവിച്ച കുഞ്ഞിനെ കുറിച്ച് പ്രസവിച്ചവൾക്ക് അറിയത്തുള്ളൂ. മൃഗങ്ങളുടെ മനസ്സുള്ള മനുഷ്യർക്ക് അറിയില്ല മാതൃത്വത്തിന്റെ നോവ്. ഇത്രയും ആയ നിലയ്ക്ക് ഞാൻ ഇനിയും ജീവിക്കണോ? ഞാൻ ഇനിയും ജീവിക്കണോന്ന്? സുമേ, 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 വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. സുമേ, എന്റെ വാക്ക് കേൾക്ക്. വാതിൽ തുറക്ക്. അതിവേഗം കാണിക്കരുത്. ഞാൻ പറയുന്നത് വാതിൽ തുറക്ക്. സുമേ, സുമ, സുമ. അയ്യോ സുമ, ഒന്നും ചെയ്യരുത്. വാതിൽ തുറക്ക് സുമ. ഞാൻ വാക്ക് തരുന്നു, ആ ഗാംഗുലെ റിലീസ് ചെയ്യാൻ ഞാൻ. മര്യാദയ്ക്ക് എന്റെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാൻ ഞാൻ. വാ സുമ. ഹലോ, ഹലോ. എന്താ സുമേ, ഒന്നും പറഞ്ഞില്ലേ? ലൈൻ കട്ടായി പോയി. നമ്മുടെ കുഞ്ഞിനെ അവൻ കൊല്ലോ? നമ്മുടെ കുഞ്ഞിന്റെ ഗതി എന്താ? ചേച്ചി, ശക്തി, എന്തുണ്ടായി? കുട്ടി, കുട്ടിക്ക് എന്ത് പറ്റി? കുട്ടി ആരോ കടത്തിക്കൊണ്ട് പോയടാ. കുട്ടി ആരോ കടത്തിക്കൊണ്ട് പോയെന്നോ? ആരാവൻ? ആ DDKയുടെ ആളുകൾ. DDKയുടെ ആണോ? ആ, Son of a bitch. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? You bloody rascal. കമ്മീഷണർമാരെ കിഡ്നാപ്പ് ചെയ്ത ആരാണ്? ആര് കൊണ്ടുപോയെന്ന് ഞാൻ എങ്ങനെ അറിയാൻ? ഏയ്, പറയടാ. അറിയത്തില്ല. അറിയാവോ ഇല്ലയോ? പറയടാ, പട്ടി. പന്ന നാറി. You bastard. I will kill you. അടിക്കല്ലേ, പറയാൻ ചി, നടക്കടാ. നടക്കടാ, പട്ടി. ഹലോ മിസ്റ്റർ കമ്മീഷണർ, ഞാൻ DDK. നിങ്ങളുടെ മകളെ പറ്റി എന്ത് തീരുമാനമെടുത്തു? ഞാൻ തീരുമാനിച്ചത് തന്നെ. അതിനെ മാറ്റാനേ സാധ്യമല്ല. അതായത് നിങ്ങളുടെ മകള് ചത്താലും സാരമില്ലെന്നാ? ചെറിയ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്ത് പേരൻസിനോട് തമാശ കാട്ടിയാണോടാ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യേ. ഒന്നുകിൽ നീ ചാകട്ടെ, അല്ലെങ്കിൽ ഞാൻ ചാകട്ടെ. ആണത്തോ അതാണ്? മനസ്സാക്ഷിയില്ലാത്ത നീയൊരു മനുഷ്യനെയല്ല, രാക്ഷസനാണ്, കിരാതനാണ്. സമൂഹത്തിന്റെ മുഖം വികൃതമാക്കുന്ന ബ്രൂട്ട്സ് ആണ്, കവേർഡ്സ്. എടാ, അട്ടഹസിച്ച് ആർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നീ ഇത്തിരി കഴിഞ്ഞാ വിഷമിക്കാൻ പോവുക. കേട്ടോടാ നീ? എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ നിന്നെ സഹായിച്ച ഐസ്ക്രീം പയ്യൻ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. ചിരി നിന്നുപോയോ? മര്യാദയ്ക്ക് എന്റെ മകളെ വീട്ടിൽ കൊണ്ടുവിട്, ഇല്ലെങ്കിൽ വിഷയം വിപരീതാകൂടാ. ഐസ്ക്രീംകാരൻ പയ്യൻ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്? നോ, നോ. ഇവനെ നിനക്കറിയാമോടാ? അവൻ ആരാണെന്ന് എനിക്ക് അറിയില്ല സാർ. ഇവനാരാ നിനക്കറിയോ? അവനാരാന്ന് എനിക്കെങ്ങനെ അറിയാനാ? ഇവൻ സ്കൂളിന് മുമ്പിൽ ഐസ്ക്രീം വിൽക്കുന്നവനായിരുന്നു. ഇപ്പൊ നമുക്കൊക്കെ ഐസ് തരാൻ വന്നിരിക്കുകയാണ്.
കോൺസ്റ്റബിൾ ആ വണ്ടി എടുത്തോണ്ട് വാ. ഐസ്ക്രീം കൂടെ. അതും ഇങ്ങതാ, നീയും തിന്ന തിന്നടാ. ശക്തി, ഐസ്ക്രീമിന് മധുരമില്ലല്ലോ. നിക്കേ. അതെ, ഷുഗർ ഇട്ടിട്ടില്ലേ? സാർ സ്വീറ്റ് ആണല്ലോ സാർ. ഞങ്ങൾ ചുമ്മാ പറയാണെന്നാ. ഷുഗർ എടുക്ക. സാർ എൻ്റെ അടുത്ത് ഷുഗർ ഇല്ല സാർ. ഷുഗർ ഇല്ലേടാ, ഞാൻ കാണിച്ചു തരാം. ഷുഗർ ഇവിടുണ്ട്. എന്റെ ഐസ്ക്രീം കൂടെ ആടാ. തിന്ന്. വേണ്ട സാർ. ഏയ് തിന്നടാ. വേണ്ട സാർ. തിന്നാൻ. എന്താ, എങ്ങനുണ്ട്? ഷുഗർ നിന്ന് തല കറങ്ങുന്നോ? ഇതും കുറച്ച് തിന്ന്. സാർ ഇത് വെറും ഷുഗർ അല്ല സാർ, ബ്രൗൺ ഷുഗർ. സ്കൂൾ കുട്ടികൾക്ക് ബ്രൗൺ ഷുഗർ കൊടുത്ത് അവരുടെ ഭാവി നശിപ്പിക്കുന്നോടാ. പറ, എവിടുന്നാ നിനക്കിത് കിട്ടിയത്? അറിയില്ല സാർ. ആരാ നിനക്കിത് സപ്ലൈ ചെയ്യുന്നത്? അറിയില്ല സാർ. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. പറയാം സാർ, ഞാൻ പറയാം സാർ. ശക്തി, 1 point is clear. ഏയ്, ഇവനെ ഉള്ളിൽ തള്ളു. നമ്മുടെ ഗാംഗുലിയുടെ പ്രാണം നമുക്ക് മുഖ്യമാണ്. അവര് ആ ഐസ്ക്രീം പയ്യനിട്ട് 2 കൊടുത്താൽ സത്യം പുറത്തു വിടുവാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. എന്താ ചെയ്യുക? ഒരു പണി ചെയ്യ. ഈ പെണ്ണിനെ കൊണ്ടുപോയി അവളുടെ വീട്ടിൽ വിട്. നമ്മുടെ പരിപാടിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മൊബൈൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ. ഓക്കോ? ഗാംഗുലി ബുദ്ധിശാലിയാണെങ്കിൽ നീ രക്ഷിക്കുമെന്നെ. എടാ, ഇവിടെ ഇത്രയൊക്കെ നടക്കുമ്പോ നീ എവിടെയായിരുന്നടാ? Bloody hell, he's dead. യുവരാജ്, stop it. Don't be mad. ഇവനെ ഇപ്പൊ വിട്. ഇവനാണ് നമുക്കുള്ള എവിഡൻസ്. Leave him. You bastard! ഹലോ, ഡൺ ബോസ്. യെസ് ബോസ്. ഓക്കെ ബോസ്. ജൂഡ്, ഷൂട്ട്.
എന്നെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്. പറയടാ, ഇല്ലെങ്കിൽ ഇടിച്ച് താഴെ ഇടിക്കും. പറയടാ. പറയടാ റാസ്കൽ. ഇതിനാണോ എന്നോട് പെർമിഷൻ വാങ്ങി ഇവനെ പുറത്തു കൊണ്ടുവന്നത്? സാർ, ഇവന്റെ ശക്തി പരീക്ഷിക്കാൻ ഇവനെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവന്നാണ്. ശക്തി പരീക്ഷിക്കാനോ? ഇവന്റെ വർത്തമാനം കേട്ടുകൊണ്ട് നീ ഇവനെ കൊണ്ടുവന്നതല്ലേ? ഈ മരണത്തിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കും ഞാൻ? അവൻ തന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്താണ് സാർ. നീയാണ് അവനെ താഴേക്ക് തള്ളിവിട്ടെന്ന് ഞാൻ പറഞ്ഞാൽ? നോ സാർ, ഗാംഗുലി തന്നെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്തതാ. ഞാൻ കണ്ടതാ. ഓഹോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ തള്ളിവിട്ടതാ? നോ സാർ, നോ സാർ. Shut up! ഗാംഗുലി ചത്തടാ. ഗാംഗുലി ചത്തടാ. ഏയ്, ആർക്ക് വേണ്ടി ചത്തടാ? ആർക്ക് വേണ്ടി ചത്തടാ? ആ, നമുക്ക് വേണ്ടി ചത്തടാ. നിങ്ങളെല്ലാം എന്ത് ചെയ്യായിരുന്നു? നിങ്ങളെല്ലാം എന്ത് ചെയ്യായിരുന്നു? കാവൽക്കാരായിരിക്കുന്ന നായിന്റെ മക്കളെ ഇനി എന്ത് ചെയ്യാൻ പോണു? ഇനി എന്ത് ചെയ്യാൻ പോണെന്ന്? യെസ്, അവന്റെ ചേച്ചി, ഭർത്താവ്, മകൾ എല്ലാവരെയും കൊന്ന് കുഴിച്ചുമൂട്. Go and destroy the entire family! Goody! My dear Goody! മോളെ അതൊന്നും ചെയ്തില്ലല്ലോ. അളിയ, അളിയ, അളിയ. Oh my God. Goody. Goody. ശക്തി, എന്റെ മോള് ചാകാൻ നീയാ കാരണക്കാരൻ. എന്റെ ഭർത്താവ് ചാകാൻ നീയാ കാരണക്കാരൻ. നീ കാരണമാ, നീ കാരണമാ. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? രക്ഷപ്പെട്ട ഗാംഗുലിയെ നീ എന്തിനാണ് പിടിച്ചത്? അവനെ പിടിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നില്ലേ? ബലി കൊടുക്കേണ്ടി വന്നില്ലേ? ചേച്ചി ഒന്ന് സമാധാനിക്കൂ. സമാധാനിക്കാനോ? സമാധാനിക്കാനോ? എങ്ങനെ സമാധാനിക്കാൻ? ഭർത്താവിനെ മകളെ ബലി കൊടുത്തിട്ട് ഞാൻ എങ്ങനെ സമാധാനിക്കാൻ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഒരു കാര്യം ചെയ്യ്, എന്നെയും കൊല്ലേ,
എന്നെ കൊല്ല്, കൊല്ല്, കൊല്ലടാ, കൊല്ല്, കൊല്ല്, എന്നെ കൊല്ലടാ, കൊല്ല്. അല്ലാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് എന്ത് പറയാനാ? എന്റെ അളിയൻ ഗുഡ്ഡി എല്ലാരും മരിക്കാൻ കാരണക്കാരൻ ഞാനാന്ന് എന്റെ ചേച്ചി പറയുന്നത്. അത് ശരിയല്ലേ? നിങ്ങൾ എങ്ങനെ കാരണക്കാരനാകാനാ? ഇതൊക്കെ ആ DDKയുടെ ആളുകൾ ചെയ്യുന്നതാ. DDK കൊലപാതകയാ. ആ കുറ്റത്തിന് കൂട്ടി നിൽക്കുന്നത് നിന്റെ അച്ഛൻ. നിങ്ങൾ കേട്ടയാണ്, എന്റെ ഡാഡിയും DDKയും ഫ്രണ്ട്സ് ആണ്. അവൻ പറയുന്നതാ ഡാഡി കേൾക്കുന്നത്. ഒരിക്കൽ ഞാൻ അതിനെ ചോദ്യം ചെയ്തതിന് ഡാഡി എന്നെ അടിച്ചു. ഈ ദേശത്ത് രക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഈ ദേശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധിക്കാരമാ. നിങ്ങളുടെ സ്നേഹിതൻ ഇൻസ്പെക്ടർ യുവരാജിനോട് പറഞ്ഞ് എന്റെ അച്ഛനെയും DDKയും അറസ്റ്റ് ചെയ്യിക്കാൻ പാടില്ലേ നിങ്ങൾക്ക്? നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് എന്തെല്ലാം അറിയാവോ അതെന്നോട് പറ. എന്റെ കാര്യപ്പിടിപ്പില്ലാത്തവനായിരുന്നു. വേഗത്തിൽ മിനിസ്റ്ററായി. പിന്നെ DDKയുടെ കൂടെ ചേർന്ന് അഴിമതിക്കാരനായി. ഡിപ്പാർട്ട്മെന്റിൽ അയാളുടെ വാക്ക് കേട്ടാണ് എന്തും പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാം നിഷേധിക്കും. എന്റെ ഡാഡിയുടെ ഗസ്റ്റ് ഹൗസിൽ കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള മയക്കുമരുന്നുണ്ട് ശക്തി. ബോസ്, മിനിസ്റ്ററുടെ മകളുടെ കൂടെ ശക്തിയെ കണ്ടു. എന്താ ഇത്ര ശക്തിയോട് തന്റെ മകള് നമ്മുടെ ജാതകം മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. എന്താ? ആലോചിച്ചു നോക്ക്. ഞാൻ രക്ഷപ്പെടട്ടെ, നിങ്ങളും നിങ്ങളുടെ പൊസിഷനും ആകെ കുളമാകാൻ പോവാ. നോ, ഞാൻ അതിനെ അനുവദിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചോ. അങ്ങനെ നമുക്ക് ആ ശക്തിയെ എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തെന്ന കേസ് ഇട്ട് അകത്താക്കി ശരിക്കും പാഠം പഠിപ്പിക്കാമോ? ഇനി 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മകളെ എന്റെ കസ്റ്റഡിയിലാ. അതെന്റെ പണി. നിങ്ങൾ ശക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുക. അത് എനിക്ക് വിട്ടേരെ. ലുക്ക് ഓഫീസേഴ്സ്, ഇപ്പൊ വന്ന ഫോൺ മെസ്സേജ് മരിച്ചുപോയ കമ്മീഷണർ ദിവാകരന്റെ അളിയനായ ശക്തിയുടേതാണ്. കമ്മീഷണറുടെ കൊലയ്ക്ക് ഞാനാണ് കാരണമെന്ന് പറഞ്ഞ് ആ ശക്തി എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. സാർ, ശക്തി നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയില്ല. എന്തെന്നാൽ അവൻ നിങ്ങളുടെ മകളെ പ്രേമിക്കുന്നു. സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്. ആ തെണ്ടി എന്റെ മകളെ പ്രേമിക്കുന്നോ? നീ അവന്റെ ഫ്രണ്ട്, അവനെ രക്ഷിക്കാൻ വേണ്ടി ഈ പ്രേമ നാടകത്തിന്റെ കഥ പറയുകയാണ് എന്നോട്. വലിയ കർത്തവ്യനിഷ്ഠയെ കുറിച്ച് പ്രസംഗിക്കുന്ന നിനക്ക് ഇതിനെന്താ സമാധാനം? സാർ, ഞാൻ ഇതുവരെ കർത്തവ്യഭംഗം വരുത്തിയിട്ടില്ല സാർ. ഇഫ് ദാറ്റ് ഇസ് യുവർ കംപ്ലൈന്റ്, ഐ വിൽ അറസ്റ്റ് ഹിം. ഐ വോണ്ട് allow you to arrest him. മിസ്റ്റർ ഭാസ്കർ, സർ. ആ ശക്തി എവിടെ ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്ത് സത്യം പറയുന്നത് വരെ നിങ്ങൾ അവനെ വിടരുത്. യെസ് സർ. ഇത്രയൊക്കെ പറഞ്ഞല്ലോ. നാളെ നിന്നെ വിറ്റ്നസ് ആയിട്ട് വിളിച്ച നീ വരത്തില്ലേ? തീർച്ചയായും വരും ഞാൻ. എന്റെ ഡാഡി ചെയ്യുന്ന പാവം പങ്കിടാൻ ഞാൻ ആളല്ല. അത്രയും മതി. ദേശത്തെ യുവശക്തികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹികളെ ചുമ്മാ വിടരുത്. Am I correct? അഞ്ജു, 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 stop it! Stop it! Stop it! അഞ്ജുനെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോന്നു. എന്ത്? അഞ്ജുവിനെയോ? ആര്? സാർ, നിങ്ങളുടെ മുമ്പിലൂടെയല്ലേ കൊണ്ടുപോയത്? നീ തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് നാടകം കളിക്കുന്നു. She has been kidnapped. മര്യാദയ്ക്ക് നടക്കടാ. Don't you dare leave me. Leave me. വിടാൻ. വലിയ ശല്യാണ് ഇതിനെ കൊണ്ട്. ഊണ് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കണില്ല. എന്ത് കൊടുത്താലും മുഖത്തേക്ക് വലിച്ചെറിയണോ? നോക്കു വച്ചേ, നിന്റെ തന്ത എന്റെ ഫ്രണ്ടാ. നിന്നെ അടിച്ചും തല്ലിയും ഊണ് കഴിപ്പിക്കാൻ പറ്റത്തില്ല. നല്ല കുട്ടിയായി നീ ഭക്ഷണം കഴിക്ക്. നിന്റെ അച്ഛനോട് സംസാരിച്ച് ഞാൻ തന്നെ നിന്റെ വീട്ടിലേക്കാം. നീ ഒരു കള്ളൻ. എന്റെ അച്ഛൻ അതിലും വലിയ കള്ളൻ. തെറ്റാ മോളെ, തെറ്റ്. വലിയ മനുഷ്യരെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. നീയാണോ വലിയ മനുഷ്യൻ? എന്റെ അച്ഛൻ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിലാണെങ്കിൽ നീ അണ്ടർഗ്രൗണ്ടിലാണ്. നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേശദ്രോഹികളാണ് നിങ്ങൾ. ഇപ്പൊ ഈ രാജ്യം ഭരിക്കുന്നവരെല്ലാം ദേശസ്നേഹികളാ? എല്ലാരും സ്വാർത്ഥന്മാരാ. ദേശത്തിനായി പോരാടിയ മഹാവ്യക്തികൾ അവരുടെ ആസ്തികളൊക്കെ രാജ്യത്തിന് നൽകി മരിച്ചിട്ട് വളരെ കാലമായി. ഇപ്പോഴുള്ളവരൊക്കെ രാജ്യം ഭരിക്കുന്ന
രാജസന്മാരാ. മോളെ, നീ പുസ്തകത്തിൽ പഠിച്ച രാഷ്ട്രീയത്തിന് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയവുമായി വളരെ വ്യത്യാസമുണ്ട് മോളെ. ഹലോ ബോസ്, മിനിസ്റ്ററുടെ ഫോൺ. ഡാഡി ഡാഡി പ്ലീസ് എന്നെ വിടാൻ പറയൂ ഡാഡി. ഡാഡി പ്ലീസ്. വല്ലാതെ ബലം പിടിക്കുന്നല്ലോ മോള്. വീട്ടിലേക്ക് അയച്ചേക്കട്ടെ? വേണ്ട വേണ്ട, അവള് വെളിയിൽ വന്നാലേ നമുക്ക് രണ്ടുപേർക്ക് ഡേഞ്ചറാ. ആ ശക്തിയെ ഫിനിഷ് ചെയ്യുന്നതുവരെ എന്റെ മകൾ നിങ്ങളുടെ അടുത്ത് തന്നെ സേഫ് ആയിരിക്കട്ടെ. മിസ്റ്റർ മന്ത്രി, എനിക്കെന്തെങ്കിലും തൊന്തര ഉണ്ടായാലേ നിങ്ങളുടെ മകൾ ലൈഫ് ടൈം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ. ദാദാ കളിക്കുന്നു, റൗഡിസം കാട്ടുന്നു. എടാ, മന്ത്രിയുടെ മോളെയാണോ കിഡ്നാപ്പ് ചെയ്യുന്നത്? ലുക്ക് ഓഫീസർ, ഞാൻ ദാദയുമല്ല റൗഡിയുമല്ല. മിനിസ്റ്ററുടെ മകളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ആരാടാ ചെയ്തത്? ഓഫീസർ, പ്രശ്നം എന്താണെങ്കിലും ചോദിച്ചോ. But don't touch me. നിന്നെ പോലെ എത്ര നൊട്ടോറിയസ് കക്ഷികളെ കണ്ടവനാ ഞാൻ. നിനക്ക് അടി കിട്ടിയാലേ ശരിയാവൂ. പറ, നിന്നോടാ ചോദിച്ചത്. എവിടെ മിനിസ്റ്ററുടെ മകളോടെ പറയണം. പോകൂ, പോയി ആ മിനിസ്റ്ററോട് ചോദിക്കും. അയാളാ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ തന്നെ സ്വന്തം മകളെ കിഡ്നാപ്പ് ചെയ്യോടാ? അമ്മുമ്മ കഥ പറയാനോടാ? സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് സർ. അവനെ അടിക്കരുത്. ഹി ഈസ് ഇന്നസെന്റ്. ഓഹോ, എന്നെ എതിർക്കുക, നിന്റെ ഫ്രണ്ടിന് വേണ്ടി വാദിക്കുക. ഡു വൺ തിങ്, ഞാൻ അടിക്കുന്നില്ല, നീ അടിക്ക്. സർ ഒബേ മൈ ഓർഡർ. അടിക്കേ, come on, beat him. അടിക്കേ. എന്റെ വാക്കിന് വില കൊടുക്കില്ലേ? യു ആർ മൈ സീനിയർ ഓഫീസർ. മാന്യത തരികയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? എന്നെ അടിക്കോ? അടിക്കേ. I'm sorry, sir. I'm sorry, sir. എന്നെ അടിക്കണോ? Come on, beat me. Come on, beat me, I say. അടിക്കോ. Sir, please, sir, control yourself. Sir, വേണ്ട sir. Sir, no, sir. No, sir, please. No, sir. Sir, please leave me, sir. Listen to me, sir. Sir, please leave me. No. Hey, Shakti! Shakti! Shakti, വേണ്ട. Listen to me. No. He's my senior officer. Shakti. No. Bastard!
ശക്തി എന്റെ മേൽ കൈവച്ചോടാ. ആരാ നീ? ശക്തി, സോറി മൈ ഫ്രണ്ട്. ആരാ നീ? ആഫ്റ്റർ കോളേജ് നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നു, ഞാൻ ഇന്റലിജൻസിലും ചേർന്നു. പക്ഷേ നീ എന്ത് നേരത്തെ പറഞ്ഞില്ല? ഫോർ സം റീസൺസ് ഇതെല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചു. ബോസ് 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 ഇതെന്താണോ? ക്യാപ്പ് ഇല്ല, ബാഡ്ജ് ഇല്ല, ബെൽറ്റ് ഇല്ല. കണ്ടിട്ട് ഏതോ വാച്ച്മാനെ പോലെ ഉണ്ടല്ലോ. എന്ത് പറ്റി? എല്ലാം കഴിഞ്ഞു. നിങ്ങൾ സംശയിച്ച പോലെ ആ ശക്തി CBI ഓഫീസറാ. അവ എന്നെ സസ്പെൻഡ് ചെയ്ത് ഈ ഗതിയിലാക്കി. ആ, അങ്ങനാണെങ്കിൽ മന്ത്രിയുടെ മകളെ അവൻ പ്രേമിച്ചത് നമ്മുടെ ബിസിനസ് രഹസ്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണല്ലേ? ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് ആ ശക്തി ഹോം മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. മിനിസ്റ്റർ, ശക്തിക്ക് ഫോൺ കൊടുക്കുക. ഫോൺ നിങ്ങൾക്ക്. ഹലോ മിസ്റ്റർ ശക്തി, നീ ആരെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. നീ CBI ഓഫീസറാണ്. നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഇൻവെസ്റ്റിഗേഷനിലൊന്നും കിട്ടിയില്ല അല്ലേ? കാര്യമായ ആധാരങ്ങളൊന്നും ഇല്ലെന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്ത് സൈലന്റായി ഡൽഹിക്ക് മടങ്ങി പോവുക. 1 കോടി രൂപയുടെ സൂട്ട്കേസ് നിന്റെ കൈകളിൽ എത്തിച്ചു തരും ഞാൻ. എന്തു പറയണു? ശമ്പളം തരാൻ സർക്കാരുണ്ട്, പെണ്ണ് തരാൻ മാമ ഇവിടെ തന്നെ ഉണ്ട്. നീ അതേപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. സാക്ഷിയാധാര സമേതം ഞാൻ അവിടെ വരുന്നുണ്ട്. നീ റെഡിയായിരുന്നു? ഞാൻ റെഡിയായി തന്നെ ഇരിക്കുക. ഇവിടെ വാ. അഡ്രസ്സൊക്കെ വേണ്ടേ? കേട്ടോ. ശക്തി, ഗുഡ്ഡിയെയും എന്റെ ഭർത്താവിനെയും കൊന്ന പാപികളുടെ കൂടെയാണ് ഞാനിപ്പോഴുള്ളത്. ആ, എങ്ങനെയുണ്ട്? ആലോചിക്ക. എന്നെ എതിർക്കാൻ തുനിഞ്ഞാൽ ഞാനൊരു ചെറ്റയുടെ മകനാ. നിന്റെ കാമുകി എന്റെ വീട്ടിൽ, നിന്റെ ചേച്ചി എന്റെ കയ്യിൽ. നിനക്കെന്താ വേണ്ടത്? വേറെ എന്താ വേണ്ടേ? അവിടെ മിനിസ്റ്ററെ വിട്ടാൽ ഇവിടെ നിന്റെ ചേച്ചിയെ വിടാൻ ഞാൻ. എന്താ പ്ലാൻ ഇടുന്നത്? എന്നെ പിടിക്കാനുള്ള ഐഡിയ ഇടുകയാണോ? എങ്കിൽ നിന്റെ ചേച്ചി എവിടെ? ഫിനിഷ് ചെയ്യും ഞാൻ. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്നെ ചുമ്മാ വിടില്ല. നീ ചുമ്മാതിരിക്കുന്നത് കൊണ്ടാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുവോ? സാധ്യമല്ലടാ. നിന്റെ തല വെട്ടിയെടുത്ത് റോഡ് നീളെ ഉരുട്ടിയില്ലെങ്കിൽ എന്റെ പേര് ശക്തി എന്നല്ല. ആ ആദിശക്തിയെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ ആരാടാ എന്റെ ശക്തിയുടെ മുമ്പിൽ? എടാ, നീ എന്റെ തലയരിഞ്ഞ് ഉരുട്ടുമെന്ന് ചലഞ്ച് ചെയ്യുകയാണ്. ഇനി ഞാൻ സംസാരിക്കില്ല. നിന്റെ തല അരിഞ്ഞ് എറിഞ്ഞു കഴിഞ്ഞ് സംസാരിക്കും. കഴിവേറി മോനെ, എവിടെ വരണമെന്ന് പറ. നീയോ ഞാനോ ഒന്ന് കാണാമല്ലോ. ഗുഡ്, വെരി ഗുഡ്. നീ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ വാ. ആദ്യം നിന്റെ ചേച്ചിയോട് സംസാരിക്കും.
ഒരു നല്ല പയ്യനാകാൻ നിന്റെ അനിയനോട് ബുദ്ധി ഉപദേശിക്കുക. ശക്തി, നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നീ പറഞ്ഞ കണക്ക് ഇവരുടെ തല വെട്ടിയെറിയേ. I will kill you, bastard! നിനക്ക് ഞാൻ ചാകണമെന്നാ? ചാക. ശക്തി എന്നെ പിടിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾ അവനെ വേട്ടയാടാൻ പുറപ്പെടുക. ആടിനെ കെട്ടിയിട്ട് പുലിയെ പിടിക്കുന്ന പോലെ നീ ശക്തിയുടെ മുമ്പിൽ കച്ചവടം നടത്ത. അവൻ നിന്റെ വലയിൽ വീഴാതിരിക്കില്ല. എന്നിട്ട് നീ നേരെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വാ. യെസ് ബോസ്. ആ CBIക്ക് എന്റെ ശക്തി എന്തെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? അപ്രതീക്ഷിതമായി ഞങ്ങൾ പിടിപെട്ടാൽ? നന്ദി കെട്ടവരെ, സ്വയം വെടിവെച്ച് ചാകട. നിന്റെ ഒന്ന് മോന്ത എനിക്ക് കാണണ്ട. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. എനിക്ക് ശക്തിയെ വേണം. എന്റെ ശക്തിക്ക് മുമ്പിൽ ഒരു ശക്തിയും ഉണ്ടാകാൻ പാടില്ല. വയ്ക്കോ വയ്ക്കോ.
DDK എവിടെയാണെന്ന് പറയടാ. പറഞ്ഞുതരാം ഞാൻ. നിങ്ങൾ ഫോറിൻ പോകാൻ ടിക്കറ്റ് ചോദിച്ചില്ലേ? പിടിച്ചോ. നിന്റെ ഡാഡി ഫോറിൻ പോയി കഴിഞ്ഞു. വിത്തൗട്ട് ടിക്കറ്റ്, വിത്തൗട്ട് ഫ്ലൈറ്റ്. വഴിയുടെ ബോസ് ബോസ്, ആ ശക്തി നമ്മളെ തേടി ഇവിടെ എത്തിയിരിക്കുന്നു. പോ, അവന്റെ കഥ തീർത്തുകളാ. പോ. എങ്ങോട്ടാ പോകുന്നത്?
തേടുന്ന ഡ്രഗ് ഡീലിംഗ് കിങ് DDK ഞാനാണ്. മിനിസ്റ്റർക്ക് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലാണ്. ശക്തി മാറുക